കൂട്ടുകാരെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒന്നുമില്ല, ഞാൻ ഇന്നത്തെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ കൂട്ടുകാരെ? അപ്പം ഞാൻ ഇന്നലെ 2 ചെടികൾ വാങ്ങിക്കൊണ്ട് വന്നു, കാണിച്ചു തരാം. ഇതേ ഒരു പേരത്തൈ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റെഡ് കളറിലെ പേരയാണ്, അതൊന്ന് നടണം. അതുപോലെ ചങ്കുകളെ, ഇതിൻ്റെ പേരെന്താണെന്നറിയോ? വിയറ്റ്നാം സൂപ്പർ എർലി പിങ്ക് ജാക്ക് ഫ്രൂട്ട്സ്, അതിൻ്റെ ഒരു ചെടിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് സ്ഥലം കുറവായത് കാരണം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ടുണ്ട്. ഈ ഭാഗമുണ്ടോ, ഇതിൻ്റെ ഇപ്പുറത്ത് ഇവിടെയാണ് ഞാൻ നടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മണ്ണെടുത്തിട്ടുണ്ട്, ഇതിൽ വളങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനിവിടെ ഒരു ഏളിപ്ലാവ് ഇവിടെ വയ്ക്കാനുള്ള പരിപാടി കേട്ടോ. ഓക്കെ ചെങ്കളെ, ഞങ്ങൾക്കപ്പോൾ സ്ഥലപരിധി കുറവ് മൂലം ഞാൻ ഇവിടെയാണ് ഇതിനെ നടാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാനിതിൽ അടിവളമായിട്ട് ഇതിൽ എന്താ പറയുക, ചാണകമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആട്ടുംകാട്ടം കൊണ്ടുവരാം. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു ചകിരികളിങ്ങനെ വെച്ചിട്ട് അതിൽ കട്ട് ചെയ്തു വിട്ടു, അതിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഇനിയൊന്ന് നമ്മുടെ നാട്ടിൽ, അതായത് വീട്ടിലെ സ്ഥലത്തിനോട് സെറ്റായ ശേഷം നമുക്ക് വളം കൊടുക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ചെടി നട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവനിവിടെ ഞാൻ സ്ഥിരതാമസമാക്കാൻ പോകണേ. അങ്ങനെ കൂട്ടുകാരെ, എൻ്റെ ഏർലി പ്ലാവ്, അതായത് നമ്മുടെ വിയറ്റ്നാം ഏർലി പ്ലാവ് ഞാൻ ഇവിടെ നട്ടു കേട്ടോ. അതിനൊരു കമ്പി വെച്ച് കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചങ്കുകളെ, നമ്മുടെ പേരത്തൈ ഞാൻ ഇവിടെ നട്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ചൊന്ന് ഉഷാറായ ശേഷം ഞാനിതിൻ്റെ വളമൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാനിതേ കുഞ്ഞ് കായായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട്, അതിലൊരു കമ്പി വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേരത്തൈ ഇവിടെ നട്ടിട്ടുണ്ട്. ഓക്കെ ചങ്കളെ, അതുപോലെ എൻ്റെ പാവയ്ക്കത്തോട്ടം കേട്ടോ. പാവയ്ക്കത്തോട്ടത്തിൽ ഞാൻ കുഞ്ഞ് വള്ളിയൊക്കെ വെച്ച് പാവയ്ക്ക അടിപൊളിയായിട്ട് ഉണ്ടാകുന്നുണ്ട് കണ്ടോ. പാവയ്ക്കത്തോട്ടം സൂപ്പറായിട്ടുണ്ട്. ഞാൻ എൻ്റെ തേപ്പ് പണിയുടെ ആ സംഭവം ഉണ്ടല്ലോ, നാര് കൊണ്ടാണ് ഞാൻ പന്തലുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ അടിപൊളിയായിട്ട് പാവയ്ക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് അടിയിൽ ഒരു സുന്ദര കുട്ട ഒളിച്ചിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നല്ല ലോങ് സൈസ് പാവയ്ക്ക കേട്ടോ. ഓക്കെ ചങ്കളെ, പ്ലാവിന് ചുവട്ടിൽ നോക്കിയപ്പോഴേ 2 പാവയ്ക്ക വിത്ത് മുളച്ചിരിക്കുന്നുണ്ടോ. ഇത് 2 എണ്ണം കണ്ട നിൽക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ജീവൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ പ്ലാവിൻ്റെ അടുത്ത് പുഴക്കിയതാണ്. ഞങ്ങൾക്ക് സ്ഥല സൗകര്യം കുറവായത് കാരണം ഞങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ ചങ്കളെ. ഇനി എനിക്ക് ചാമ്പങ്ങ റംബൂട്ടാനൊക്കെ വെക്കണം, ഇവിടെ സ്ഥലമില്ലാന്നേ. ഓക്കെ, ആ സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള പരിമിതിയിൽ ഞാൻ ഓരോരോ ചെടികൾ നടുകയാണ്. അങ്ങനെ ചങ്കുകളെ, നമ്മുടെ ഹൈമാവതി അമ്മ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ അമ്മയില്ലേ, എല്ലാവരുടെയും അമ്മയായ ഹൈമാവതി അമ്മ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇത് വെച്ചത് കേട്ടോ. കപ്പ 2-3 കപ്പ വെച്ചതാണ്. ഇതിൽ വളവും ചാണകവും വെണ്ണീറില്ലേ, ചാരമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലില്ലേ ചുമ്മാ നോക്കിയോ, അതേ കൈ കൊണ്ട് ഇങ്ങനെ മാന്തിയിട്ട് ചുമ്മാ കേട്ടോ. നമ്മുടെ ആ പാവയ്ക്കയുടെ ചെടികൾ അവിടെ കിടക്കുന്ന കണ്ടില്ലേ, അപ്പോൾ അതിനെ ചുമ്മാ വെച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ നോക്കണം, ഒന്ന് മനസ്സിലാക്കിക്കോളി. നമ്മൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ തീറ്റ വളം കയ്യിലുണ്ടല്ലോ, അത് ചുമ്മാ വെച്ചാണ്. ഇനി ഇത് ഉഷാറാവുന്ന കേട്ടോ. ഇത് ഉഷാറായിട്ട് ഇതിൻ്റെ മുകളിലൂടെ പടത്തിയിട്ട് കയറ്റാനുള്ള പരിപാടിയാണ്. ഇതിൽ കയറ്റിട്ടോ. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ വെച്ചതാണ്. ഓക്കെ, അതുണ്ടാവും. പിന്നെ എന്താ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ, പിന്നെ എന്നും കാണുന്ന പോലെ നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് വിരിഞ്ഞ് സൂപ്പർ സുന്ദരിയായിട്ടുണ്ട്. എൻ്റെ പൂക്കളെല്ലാം സൂപ്പറായിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോസുകൾ എന്ന് പറയാം. ലോങ് വീഡിയോസുകൾ ഇടാനൊന്നും ഇല്ലയെന്നേ. അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ ഇട്ടത്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പൂക്കൾ കുറച്ച് കമ്മിയാവും കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര പൂക്കളായിരുന്നേ. അപ്പോൾ മഴ പെയ്ത് കാരണം കുറച്ച് പൂക്കളെല്ലാം കമ്മിയായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു പ്രസുവിൻ്റെ വീഡിയോസ് കേട്ടോ. ഇതിൽ നോക്കിയാണ് നിങ്ങളെല്ലാവരും നോക്കിയോ ചങ്കളെ, ഇതിൽ നോക്കിയോ ഒരു കളറായില്ലേ, ഇത് 2ാമത്തെ കളറായില്ലേ, ഇത് നോക്കിയാൽ ഒരു 3 കളർ, ഇത് 3 വെറൈറ്റി കളറുകൾ വരുന്നു നോക്കി ചങ്കളെ. കണ്ട, ഇതൊരു കളറ്, ഇത് അടിപൊളി കളറാട്ടോ. കണ്ട എവിടെ അത്, ഇതേ ഒരു കളറ്, ഇതൊരു കളർ, അങ്ങനെ 3 കളറായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. ഒക്കെ വെറൈറ്റി ആണല്ലോ പ്രസുവിൻ്റെ ഗാർഡനിൽ. അങ്ങനെ ഇഷ്ടപ്പെട്ട ചങ്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് എന്നെ വിജയിപ്പിക്കണം ചങ്കളെ. അപ്പോൾ എൻ്റെ കുഞ്ഞ് കൃഷിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ലോട്ടസും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.